കൊച്ചി ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ വിദേശ കലാകാരിയുടെ ചിത്ര പ്രദർശനത്തിനെതിരെ സദാചാര ആക്രമണം. പ്രദർശനത്തിന്റെ ഭാഗമായ ലിനോ കട്ടുകളാണ് കീറിയെറിഞ്ഞത്. ഇതിലെ വാക്കുകളിൽ അശ്ലീല പദങ്ങളാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ഒരു വിദേശ കലാകാരിക്കാണ് ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ നാട്ടിൽ വെച്ച് അനുഭവപ്പെട്ടത്. ലിനോ കട്ടുകളാണ് കീറിയെറിഞ്ഞത്. ഇതിലെ വാക്കുകളിൽ അശ്ലീലമുണ്ടായിരുന്നു എന്ന് ആരോപിച്ചായിരുന്നു സദാചാര ആക്രമണം. കൊച്ചി ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ വിദേശ കലാകാരിയുടെ ചിത്ര പ്രദർശനത്തിനെതിരെയാണ് ഈ ഒരു സദാചാര ആക്രമണം ഉണ്ടായത്. പ്രദർശനത്തിന്റെ ഭാഗമായ ലിനോ കട്ടുകൾ കീറിയെറിയുകയായിരുന്നു. ഇതിലെ വാക്കുകളിൽ അശ്ലീല പദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഒരു വിദേശ കലാകാരിക്കാണ് ഇത്തരത്തിലൊരു അനുഭവം, മോശം അനുഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. കലാസൃഷ്ടി വലിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു സദാചാര ആക്രമണം കൊച്ചി ദർബാർ ഹാളിൽ അരങ്ങേറിയത്. ബിനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, ഒരു വിദേശ കലാകാരിക്ക് ഇത്തരത്തിലൊരു അനുഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായി എന്നത് വളരെ മോശമായ കാര്യമാണ്. ഇതെന്തിന്റെ പേരിലായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം? ആരുടെ കലാസൃഷ്ടിയായിരുന്നു ഇങ്ങനെ വലിച്ചു കീറിയത്? അക്രമികൾ ആരാണ്? നോർവീജിയൻ കലാകാരിയായ ഹനാൻ ബെൻഹാമിറിന്റെ ചിത്ര പ്രദർശനത്തിനെതിരെയാണ് ഈ വലിയൊരു പ്രതിഷേധമുണ്ടായത്. കാരണം അവരുടെ ഭാഷയിൽ ആണ് ഇത് തയ്യാറാക്കിയിരുന്നത്. അതിനുശേഷം ഇവിടുത്തെ ഒരു പ്രദർശനത്തിന് വേണ്ടി അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ ഭാഗമായി മലയാളത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ കീറിയെറിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. അതാണ് കീറിയെറിഞ്ഞത്. ഇവിടെ ഈ പ്രദർശനത്തിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു വിഭാഗം കലാകാരന്മാരുടെ ഭാഗത്ത് നിന്ന് വലിയ ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം പെട്ടെന്നുണ്ടായത്. അതായത് ഒരു രാത്രി 7 മണിയോടുകൂടിയാണ്, അതായത് ഈ ആർട്ട് ഗാലറി അടയ്ക്കാനുള്ള ഒരു സമയമായ ഘട്ടത്തിലാണ് രണ്ടുപേർ പെട്ടെന്ന് ആർട്ട് ഗാലറിയിലേക്ക് വരികയും അവർ ഈ പ്രദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അതെല്ലാം CCTV ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. നേരെ എത്തുന്നു. ഈ ലൈവ് ചെയ്തുകൊണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ ലൈവ് ചെയ്തുകൊണ്ടാണ് അവർ വരുന്നത്. എന്നിട്ട് ഈ രീതിയിൽ ആ പ്രദർശനത്തിനെതിരെ ഒരു സദാചാര ആക്രമണം എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ, അതായത് തനിക്ക് ഇഷ്ടപ്പെടാത്തത് കീറിയെറിയും എന്ന ഒരു രീതിയിലേക്ക് കലാകാരന്മാർ തന്നെ മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കീറിയെറിയാൻ നേതൃത്വം നൽകിയത് ഹോച്ചുമിൻ എന്ന കലാകാരനാണ്. അദ്ദേഹം ഒരു ശില്പിയാണ്. ഈ RLV കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ശില്പിയാണ്. എറണാകുളത്തുകാരൻ തന്നെയാണ്. ആ ഒരു വ്യക്തിയാണ് ഈ രീതിയിൽ ഈ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു പ്രതിഷേധമാണ്. പക്ഷേ നമ്മൾ ആ ചെയ്ത സംഭവത്തെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഒരു അക്രമം തന്നെ എന്ന് വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് ലളിതകലാ അക്കാദമിയാണ് ഇപ്പോൾ ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നവർ. പോലീസിനെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ആ രീതിയിൽ ലളിതകലാ അക്കാദമിയുടെ അധികൃതർ ഈ കാര്യങ്ങൾ ആലോചിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അവർ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞാൽ അതിൽ തുടർ നടപടികൾ. ശരി ബിനിൽ, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഒന്ന് കേട്ട ശേഷം ഞാൻ ബിന്നിലേക്ക് വരാം. എന്താ സംഭവിച്ചത്? അതായത് ഇവിടെ 6:30 ആയ സമയത്ത് 7 മണി വരെയാണ് ഗാലറി ടൈം. 6:30 ആയപ്പം ഷോ കാണാൻ വേണ്ടി ആൾക്കാർ സമയമായിട്ടും വരും. അപ്പം ഒരു ആർട്ടിസ്റ്റും കൂടുതലാളും ഇവിടെ നമുക്ക് പരിചയമുള്ള ഒരാൾ തന്നെയാണ്. അവർ ഒരുമിച്ച് മുകളിലേക്ക് പോയി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ കീറി എന്നുള്ളത് അറിയുന്നത്. അതായത് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരുന്ന കുറച്ച് കോൺട്രവേഴ്സി ആയിട്ട് 2-3 ദിവസമായിട്ട് നടന്നിരുന്നൊരു എക്സിബിറ്റ് ചെയ്തിരുന്ന വർക്കുകളാണ്. അപ്പം അതിങ്ങനെ കീറിക്കളഞ്ഞു, നശിപ്പിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും ഫേസ്ബുക്ക് ലൈവിൽ അതിന്റെ വീഡിയോയും വന്നു. അപ്പൊ ഞങ്ങളിവിടെ CCTV നോക്കുന്ന സമയത്ത് കൊച്ചി ദർബാർ ഹാളിലാണ് ഇത്തരത്തിലൊരു സദാചാര ആക്രമണം ഒരു വിദേശ കലാകാരിയുടെ കലാസൃഷ്ടിക്ക് നേരെ ഉണ്ടായത്.